പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് പുതിയൊരു പാഠമെടുക്കാം. ഫറാശത്തി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കൂട്ടിൽ കയറിയ ദൂതത്തിനെ ജറാദ് കാത്തിരിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം കൂട് തുറന്ന് പുറത്തു വന്നത് ഒരു ഫറാശത്തായിരുന്നു. ദൂതത്ത് ഫറാശത്തായി മാറിയപ്പോൾ ജറാദിന് സന്തോഷമായി. കാരണം ഫറാശത്തിന് തന്നെ പോലെ ചിറകുകളുണ്ട്, ദൂതത്തിന് ചിറകില്ല. അപ്പോൾ ദൂതത്തിന് ജറാദിൻ്റെ കൂടെ പറന്ന് കളിക്കാൻ കഴിയില്ല. എന്നാൽ ഫറാശത്തിന് ചിറകുകളുള്ളതുകൊണ്ട് ജറാദിൻ്റെ കൂടെ പറന്ന് നടക്കാം. അതുകൊണ്ട് ഫറാശത്തിനെ കണ്ടപ്പോൾ ജറാദിന് സന്തോഷമായി. അവർ രണ്ടുപേരും കൂടെ പാറി കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവരൊരു പൂന്തോട്ടത്തിലെത്തി. ആ പൂന്തോട്ടത്തിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. പറന്ന് നടക്കുകയാണ്. പൂന്തോട്ടത്തിലെത്തിയപ്പോൾ ജറാദ് തൻ്റെ കൂട്ടുകാരിയായ ഫറാശത്തിനെ കുറിച്ച് ഒരു പാട്ട് പാടി. ആ പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. ഫറാശത്തി എന്നാണ് ഈ പാട്ടിൻ്റെ പേര്. ഫറാശത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫറാശത്ത്, എൻ്റെ പൂമ്പാറ്റ. ഓക്കെ, നമുക്ക് പാടി നോക്കാം. ഫറാശത്തി ജമീലത്തുൻ കഅന്നഹ അമീറത്തുൻ തതീറു ഫിൽ ഹവാഇ കന്നൂരി ഫിൽ ഫലാഇ വലൗനുഹാ ബദീഉൻ കഅന്നഹാ റബീഉൻ ഫറാശത്തി സഗീറത്തുൻ തഖ്താലു കൽ അമീറത്തി. ഇതാണ് പാട്ട്. ഈ പാട്ട് നല്ല ഈണത്തിൽ നിങ്ങൾ പാടി നോക്കുക. എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? ജറാദ് പറയുകയാണ്, ഫറാശത്തി ജമീലത്തുൻ, എൻ്റെ പൂമ്പാറ്റ വളരെ ഭംഗിയുള്ളതാണ്. ജമീലത്ത് മീൻസ് ഭംഗിയുള്ള. ഫറാശത്തി ജമീലത്തുൻ, എൻ്റെ പൂമ്പാറ്റ ഭംഗിയുള്ള പൂമ്പാറ്റയാണ്. കഅന്നഹ അമീറത്തുൻ, അവളൊരു രാജകുമാരിയെ പോലെയാണ്. അമീറത്ത് എന്ന് പറഞ്ഞാൽ രാജകുമാരി. എൻ്റെ പൂമ്പാറ്റ ഒരു രാജകുമാരിയെ പോലെയാണ്, അത്രയും ഭംഗിയുണ്ട്. തതീറു ഫിൽ ഹവാഇ, അവൾ വായുവിൽ പറക്കുന്നു. തതീറു എന്ന് പറഞ്ഞാൽ പറക്കുന്നു. ഹവാ വായു, അവൾ വായുവിൽ പറക്കുന്നു. കന്നൂരി ഫിൽ ഫലാഇ, ആകാശത്തിൽ പ്രകാശം പോലെ, പ്രകാശം കണക്കെ വായുവിൽ പറന്ന് കളിക്കുകയാണ് എൻ്റെ സുന്ദരിയായ ഫറാശത്ത്. വലൗനുഹ ബദീഉൻ, അവളുടെ നിറം വളരെ മനോഹരമാണ്. ബദീഅ എന്ന് പറഞ്ഞാൽ ജമീലത്തിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ബദീഉൻ, മനോഹരമായത്. വലൗനുഹ ബദീഉൻ, അവളുടെ നിറം മനോഹരമാണ്. കഅന്നഹ റബീഉൻ, അവളൊരു പൂക്കാലം പോലെയാണ്, ഒരു പൂക്കാലം വന്നു നിന്നതുപോലെ. അത്രയും മനോഹരമാണ് എൻ്റെ പൂമ്പാറ്റ എന്ന് പറയുകയാണ് ആര്? നമ്മുടെ ജറാദ്. ഫറാശത്തി സഗീറത്തുൻ, എൻ്റെ ഫറാശത്ത് ചെറിയ ഫറാശത്താണ്, ചെറിയ പൂമ്പാറ്റയാണ് അല്ലേ? തഖ്താലു കൽ അമീറത്തി, എന്നാൽ അതിൻ്റെ മട്ടും ഭാവവും കണ്ടാൽ അതൊരു രാജകുമാരിയെ പോലെയാണ്. ഒരു രാജകുമാരിയുടെ തലയെടുപ്പോടെയാണത് ഈ പൂന്തോട്ടങ്ങളിലൊക്കെ പറന്ന് നടക്കുന്നത്. അങ്ങനെ ജറാദ് തൻ്റെ കൂട്ടുകാരിയായ ഫറാശത്തിനെ കുറിച്ച് പാട്ടൊക്കെ പാടിക്കൊണ്ട് പറന്ന് കളിക്കുകയാണ് രണ്ടുപേരും കൂടെ. ഈ പാട്ട് നിങ്ങൾ നന്നായി പാടി നോക്കുക. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? നഖ്താറുൽ കലിമാത്തിൽ മുമാസിലത്ത മിനൻ നശീദത്തി, ആ പാട്ടിൽ നിന്നും ഒരേപോലെയുള്ള വാക്കുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരേപോലെയുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇത് വായിച്ചു നോക്കൂ. സഗീറത്തുൻ, അതിൻ്റെ നേരെയുള്ള വാക്ക് അമീറത്തുൻ. ഈ രണ്ട് വാക്കുകളും നമ്മുടെ കവിതയിലുണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും അവസാനത്തെ വരിയിൽ ഇവിടെ ഫറാശത്തി സഗീറത്തുൻ തഖ്താലു കൽ അമീറത്തി എന്ന് കാണുന്നുണ്ട്. ഇവിടെയാണ് ആ രണ്ട് വാക്കുകളും ഉള്ളത്, സഗീറത്തുൻ അമീറത്തി. രണ്ടും പറഞ്ഞു നോക്കൂ, ഒരേപോലെയില്ലേ? സഗീറത്തുൻ അമീറത്തി, സഗീറത്തുൻ അമീറത്തി, രണ്ടും ഒരേപോലെയുണ്ട്. രണ്ടിൻ്റെയും അവസാനത്തെ അക്ഷരം ത ആണ് അല്ലേ? ഒരു കവിതയിൽ ഇങ്ങനെ ഒരേപോലെ വരുന്ന വാക്കുകൾക്കാണ് മുസജ്ജ ആയ വാക്കുകൾ എന്ന് പറയുന്നത്. അവസാനത്തെ അക്ഷരം ഒന്നായിരിക്കും,
പറയുമ്പോഴും ഒരുപോലെ ഉണ്ടാകും. ഇനി അതേപോലെ വേറെയും വാക്കുകൾ ഈ കവിതയിലുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അടുത്ത വാക്ക് കൊടുത്തിരിക്കുന്നത് ഹവാ ഉൻ എന്നാണ്. ഹവാ ഉൻ എന്ന അതേ രൂപത്തിലുള്ള വാക്ക് ഇവിടെ നമ്മൾ എഴുതണം. അതേതാണെന്ന് നോക്കാം. തതീറു ഫിൽ ഹവാ ഇ, ഇവിടെ കാണുന്നുണ്ട് ഹവാ. ഇനി അതിൻ്റെ നേരെ നോക്കിക്കോളൂ. കന്നൂരി ഫിൽ ഫലാ ഇ, ഹവാ പോലെയുള്ള വാക്ക് ഏതാണ്? ഫല ആണല്ലേ. ഫിൽ ഹവാ ഇ ഫിൽ ഫലാ ഇ, അൽ ഹവാ ഇ അൽ ഫലാ ഇ. രണ്ടും പറഞ്ഞു നോക്കൂ, ഒരേപോലെ ഉണ്ട്. അൽ ഹവാ ഇ അൽ ഫലാ ഇ, രണ്ടിൻ്റെയും അവസാനം ഹംസയാണ്. അപ്പോൾ ഹവാ ഉൻ എന്ന കോളത്തിൻ്റെ നേരെ ഫലാ ഉൻ എന്ന് എഴുതുക. അടുത്ത വാക്ക് ബദീ ഉൻ എന്നാണ്. ബദീ എവിടെയാണുള്ളത് എന്ന് നോക്കാം. വലൗനുഹ ബദീ ഉൻ കഅന്നഹ റബീ ഉൻ, ഇവിടെയുണ്ട് ബദീ, മനോഹരമായ എന്നർത്ഥമുള്ള ബദീ. ഈ ബദീഇന്റെ അതേ രൂപത്തിലുള്ള വാക്ക് ഏതാണ്? ഇവിടെ നോക്കിയാൽ കാണാം, റബീ ഉൻ അല്ലേ. അപ്പോൾ ഒരു വരിയിലെ രണ്ട് ഭാഗങ്ങളുടെയും അവസാനത്തെ വാക്കുകളാണ് ഒരേപോലെ വരുന്നത്. ജമീലത്തുൻ അമീറത്തുൻ, അടുത്തത് അൽ ഹവാഇ അൽ ഫലാഇ, അടുത്തത് ബദീഉൻ റബീഉൻ, പിന്നെ സഗീറത്തുൻ അമീറത്തി. ഇങ്ങനെ ഒരേപോലെയായിരിക്കും ഈ വാക്കുകളും ഈ വാക്കുകളും. രണ്ട് ഭാഗത്തെയും അവസാനത്തെ വാക്കുകൾ ഒരേപോലെയായിരിക്കും. ഇങ്ങനെ ഒരേപോലെയുള്ള വാക്കുകൾക്കാണ് അൽ കലിമാത്തുൽ മുസജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റബീഉൻ എന്ന് എഴുതുക. ബദീഉൻ റബീഉൻ, ഹവാഉൻ ഫലാഉൻ, സഗീറത്തുൻ അമീറത്തുൻ. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം നുലവ്വിനു വനക്തുബു, നമുക്ക് നിറം നൽകാം എന്നിട്ട് എഴുതാം. ഇവിടെയാണ് എഴുതേണ്ടത്. ഈ പൂമ്പാറ്റയ്ക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കളർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇതൊരു പൂമ്പാറ്റയാണ് എന്ന് അറബിയിൽ എഴുതണം. അതെങ്ങനെ എഴുതും? ഹാദിഹി, ഇത് എന്നുള്ളതിന് ഹാദിഹി എന്ന് പറയും. പൂമ്പാറ്റയ്ക്ക് ഫറാശത്തുൻ, അപ്പോൾ ഹാദിഹി ഫറാശത്തുൻ, ഇതൊരു പൂമ്പാറ്റയാണ്. ഓക്കെ. ഇനി ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? നുറാജിഉൻ നശീദത വനക്തുബുൽ കലിമാതി ഫീഹ ഹർഫു റാ. റാ എന്ന അക്ഷരം ഉള്ള വാക്കുകൾ നമ്മൾ കവിതയിൽ നിന്നും കണ്ടുപിടിക്കണം. ഏതക്ഷരമാണ്? റാ അല്ലേ. ഇവിടെ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, റബീഉൻ. റബീഇന്റെ ആദ്യത്തെ അക്ഷരം നോക്കൂ, റാ ആണ്. അതേപോലെ റാ വരുന്ന പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. നോക്കാം ഏതൊക്കെ പദങ്ങളിൽ റാ ഉണ്ട് എന്നത്. ഒന്നാമത്തെ വാക്കിൽ തന്നെ റാ ഉണ്ട്, ഫറാശത്ത് അല്ലേ. ഫറാശത്തിൽ റാ കാണാം. അതേപോലെ അമീറത്തിലും റാ ഉണ്ട്, അമീറത്ത്. പിന്നെയോ തതീറു എന്നതിലും റാ ഉണ്ട്. കന്നൂരി, നൂറിലും റാ ഉണ്ട്. റബീഉൻ, അതിലും റാ ഉണ്ട്. റബീഅ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ സഗീറത്തുൻ, അതിലും റാ ഉണ്ട്. അമീറത്ത് നേരത്തെ വന്നു. അപ്പോൾ ഇത്രയും വാക്കുകളാണ് റാ ഉള്ള വാക്കുകൾ. ആ വാക്കുകൾ നമുക്ക് ഈ പദസൂര്യനിൽ എഴുതാം. ഇതിൻ്റെ പേര് പദസൂര്യൻ എന്നാണ്. റബീഉൻ, പിന്നെ അടുത്ത വാക്ക് ഏതാണ്? ഫറാശത്തുൻ, അമീറത്തുൻ, തതീറു, സഗീറത്തുൻ, നൂറുൻ. ഇത്രയും വാക്കുകൾ ഇവിടെ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് വാക്കുകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളിലും നമുക്ക് റാ കാണാം. നഖ്റൗ, ഈ വാക്കുകൾ നമ്മൾ വായിച്ചാൽ മതി. റഅസുൻ, വായിക്കൂ. റഅസുൻ. റഅസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തല അല്ലേ. അടുത്ത വാക്ക് എന്താണ് വായിക്കുക? ജറസുൻ. ജറസുൻ എന്ന് പറഞ്ഞാൽ മണി. അടുത്ത വാക്ക് ഖമറുൻ. ഖമറ് ചന്ദ്രൻ. പിന്നെ സറാഫത്തുൻ. സറാഫത്ത് എന്താ? ജിറാഫ്. ജസറുൻ, ക്യാരറ്റ്.
റുസുൻ ചോറ്. ഈ വാക്കുകളൊക്കെയാണ് റാ ഉള്ള ചില വാക്കുകൾ ഇവിടെ കൊടുത്തത്. ഇനി നുലവിനും നിറം നൽകാം. റായും സായും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ കളർ കൊടുക്കുക. പിന്നെയോ നസിലുൽ ഹുറൂഫ, ഹർഫുകളെ നമുക്ക് ചേർത്തെഴുതാം. ഹർഫുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, അക്ഷരങ്ങളെ ചേർത്തെഴുതാം. ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 4 5 6 6 റോകളുണ്ട്. ഓരോ റോയിലും ഓരോ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വാക്കുകളിൽ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ ചെയ്യണം. ഇവിടെ ഉദാഹരണമായിട്ട് ഒന്നാമത്തെ വാക്കിനെ കൂട്ടിയോജിപ്പിച്ച് എഴുതിയിരിക്കുന്നു. സഹറുൻ. എങ്ങനെയാണ് എഴുതിയത്? സഹറുൻ. ഓക്കെ. രണ്ടാമത്തെ റോയിലുള്ള വാക്ക് എന്താണ്? ബർദുൻ. അപ്പോൾ ചേർത്തെഴുതിയാൽ ബർദുൻ എന്ന് വായിക്കും. സഹറുൻ എന്ന് പറഞ്ഞാൽ പൂവ്, ബർദുൻ പറഞ്ഞാലോ തണുപ്പ്. അടുത്ത വാക്ക് നമിറുൻ, നമിറുൻ പുലി. അടുത്ത വാക്ക് മൗസുൻ, മൗസുൻ. അത് വാവിൻ്റെ ശേഷം ഒന്നും കൂട്ടി എഴുതാൻ കഴിയില്ല, അതുകൊണ്ട് സായ് വാവിൽ നിന്നും വിട്ട് എഴുതി. ജസറുൻ, ജസറുൻ ക്യാരറ്റ്. റഅസുൻ തല, റഅസുൻ. ഇത് കൂട്ടി എഴുതാൻ കഴിയില്ല. കാരണം എന്താ? റാഇൻ്റെ കൂടെ കൂട്ടി എഴുതാൻ കഴിയില്ല. അതേപോലെ അലിഫിൻ്റെ കൂടെയും കൂട്ടി എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വാക്ക് കൂട്ടി എഴുതാൻ കഴിയില്ല. ഇതോടെ രണ്ടാമത്തെ പാഠം അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തെ പാഠം എടുക്കാം. അതുവരെ ഈ പാഠം ശരിക്ക് വായിച്ച് മനസ്സിലാക്കുക. നന്നായി വായിക്കണം, കുറേ പ്രാവശ്യം വായിക്കണം. ഈ കവിത നന്നായി ചൊല്ലണം.